നമസ്കാരം, എൻ്റെ പേര് സുമേഷ് നായക്. നിങ്ങൾ ഒരുപക്ഷെ എന്നെ 1500 സ്ക്വയർ ഫീറ്റ് ഗാർഡനർ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ ഇന്നിവിടെ ഒരു തുറന്നു പറച്ചിലിനാണ് വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ശബ്ദങ്ങളുണ്ട്. ആ ശബ്ദങ്ങളെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളും ആ ശബ്ദങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. അത് നമ്മളോട് പറയുന്നു, നിന്നെക്കൊണ്ട് ഇതൊന്നും നടക്കുമോ? ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എങ്ങനെ ബാംഗ്ലൂർ വന്ന് ഒരു ഗാർഡനറായി മാറി, അതേപോലെ എൻ്റെ ഗാർഡൻ എങ്ങനെ ഇവോൾവ് ആയി ഞാൻ ഇന്ന് ഈ വോയിസുകളെ ഫൈറ്റ് ചെയ്ത് ഇവിടെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ യാത്രയെപ്പറ്റി പറയാം. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം എറണാകുളത്തിനടുത്ത് മൂവാറ്റുപുഴ എന്ന് പറയുന്നൊരു ചെറിയ ടൗണിലാണ്. വളരെ നല്ലൊരു സ്ഥലം. അവിടെ അച്ഛന് നമ്മുടെ തറവാട്ടിൻ്റെ പുറകിലായിട്ട് പറമ്പൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. ഞാൻ 2007 ഞാൻ ബാംഗ്ലൂരിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നു. ലക്ഷക്കണക്കിന് മലയാളികളെ പോലെ ജോലി അന്വേഷിച്ച് ഞാനും ഇവിടെ എത്തുന്നു. 2013 നമ്മളൊരു സ്ഥലം മേടിച്ച് വീട് വയ്ക്കുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ സെൻറ്റ് അല്ല, ഇവിടെ സ്ക്വയർ ഫീറ്റാണ് ഇവിടുത്തെ മെഷർമെൻറ്റ്. അപ്പോൾ ഒരു 30x50 ഡയമെൻഷനുള്ളൊരു പ്ലോട്ട്, അതായത് 1500 സ്ക്വയർ ഫീറ്റ്. അതാണ് എൻ്റെ ഇൻസ്റ്റാ ഹാൻഡിൽ. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 3.5 സെൻറ്റ് സ്ഥലം. അതിൻ്റെ അകത്ത് വീടും വെക്കണം, ഗാർഡനിങ് ചെയ്യണം. ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾക്കെല്ലാം ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അത് വെറുതെ ഒരു ബിൽഡിംഗ് അല്ല, നമ്മൾ നമ്മുടേതായ രീതിയിലാക്കി അതിനെ മാറ്റും. നമ്മൾ ചെറുപ്പത്തിൽ കണ്ടതോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതോ ആയ സാധനങ്ങളെല്ലാം നമ്മളിവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ എൻ്റെ നാട്ടിൽ ഉള്ള പറമ്പിലെ സാധനങ്ങൾ, അത് ചാമ്പങ്ങ ആയിക്കോട്ടെ, മൽബറി ആയിക്കോട്ടെ, മാവായിക്കോട്ടെ, പേരയ്ക്ക ആയിക്കോട്ടെ, അതെല്ലാം ഞാൻ എൻ്റെ ഇട്ടാവട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് നട്ടു തുടങ്ങി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊരു കാടായി മാറി. എൻ്റെ ഗാർഡനിങ് ജേണി അത് ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു. എനിക്കറിയാമായിരുന്നു ഞാൻ എന്താ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എന്താണ് എനിക്ക് വേണ്ടതെന്ന്. പക്ഷേ എൻ്റെ സോഷ്യൽ മീഡിയ ജേണി അത് ഭയങ്കര ആക്സിഡൻ്റലായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ഒരു ഗാർഡനർ ആവുന്നതിന് മുമ്പ് ഞാനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. 2003 ഞാൻ കോളേജിൽ പഠിക്കുമ്പം എനിക്കൊരു ഒളിമ്പസിൻ്റെ ഡിജിറ്റൽ ക്യാമറ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2009 എനിക്ക് എൻ്റെ ആദ്യത്തെ ഒരു DSLR ക്യാമറ ഞാൻ മേടിച്ചു, Canon EOS 1000D. ഞാനീ പറയുന്നത് DSLR ക്യാമറയൊക്കെ ഭയങ്കര പോപ്പുലർ ആവുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടമാണ്. ഞാനത് ഭയങ്കര എക്സ്പെരിമെൻറ്റ് ചെയ്തു. ഡിഫറെൻറ്റ് ലൈറ്റിംഗ് വെച്ചോ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എക്സ്പോഷർ വെച്ചോ, ഡിഫറെൻറ്റ് ഫ്രെയിമിങ്, അതെല്ലാം വെച്ച് ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ ഫേസ്ബുക്ക് ആയിരുന്നു പോപ്പുലർ. അത് കഴിഞ്ഞിട്ട് ഓവർ ദ പീരീഡ് ഓഫ് ടൈം ആയപ്പോൾ ഫേസ്ബുക്ക് ഭയങ്കര ഒരു പൊളിറ്റിക്കൽ റിലീജിയസ് കൈൻഡ് ഓഫ് ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറി. ഒരു 2015-16 കാലഘട്ടത്തിൽ. അങ്ങനെ പയ്യെ ഞാൻ ഒരു ദിവസം ഡിസിഷൻ എടുത്തു, ഈ നെഗറ്റിവിറ്റി എനിക്കെന്തിനാ, ഞാനത് ഇന്ന് മാറി നിന്നേക്കാം. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തു. എന്നാലും ഞാൻ ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2018 ഡിസംബർ 25 ക്രിസ്മസ് സമയം, എൻ്റെ ചേച്ചിയുടെ വീട് ഫോർട്ട് കൊച്ചിയിലാണ്. അവിടെ ഫോർട്ട് കൊച്ചിയിലെ ട്രീ ലൈറ്റിംഗ്, ആ സമയത്ത് ഞാൻ ഫോട്ടോസ് എടുത്തു. അന്ന് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതിൻ്റെ പേരിട്ടു നായക് ഫോട്ടോഗ്രാഫി എന്ന്. ആ കാലഘട്ടത്ത് ഇൻസ്റ്റാഗ്രാം ഒരു റീൽ ഷെയറിങ് അല്ലെങ്കിൽ ഒരു വീഡിയോ പ്ലാറ്റ്ഫോം അല്ലായിരുന്നു, ബേസിക്കലി ഒരു ഫോട്ടോഗ്രാഫി ഷെയറിങ് പ്ലാറ്റ്ഫോം ആയിരുന്നു. ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തെങ്കിലും ഞാൻ ഭയങ്കര റെഗുലറായിട്ട് ഇവിടെ വന്ന് പോസ്റ്റ് ചെയ്യാറൊന്നുമില്ലായിരുന്നു. പലപ്പോഴും ഒരു യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഞാനത് ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. 2020 നമുക്കെല്ലാം ഭയങ്കര ഓർമ്മയുള്ളൊരു സമയമാണ്, നമ്മുടെ ലോക്ക്ഡൗൺ കാലം. ആ ലോക്ക്ഡൗൺ കാലമാണ് എൻ്റെ ഇൻസ്റ്റാ ജേണിയെ മാറ്റിമറിച്ചത്. നമുക്ക് ഒത്തിരി സമയമുണ്ട്, എന്നാൽ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ, എവിടെയും യാത്ര പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ എൻ്റെ ഗാർഡനിലേക്ക് തിരിച്ചു. ഞാൻ കണ്ടതാണെങ്കിൽ ചിത്രശലഭങ്ങളെയും കിളികളെയും അതെടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് തുടങ്ങി. അപ്പോൾ ആൾക്കാർക്ക് ചോദ്യങ്ങളായി, എങ്ങനെയാണ് നിങ്ങൾ ഇത്രമാത്രം കിളികളെ കാണുന്നത്? ഞാൻ പറഞ്ഞു, ഇത് പതിവായിട്ട് എൻ്റെ ഗാർഡനിൽ വരുന്ന കിളികളാണ്. അപ്പോൾ എന്നാൽ ഗാർഡൻ്റെ ഫോട്ടോസ് ഇടുമോ? ഗാർഡൻ്റെ ഫോട്ടോസ് ഇട്ടു.
അതിൽ നിന്ന് ചോദ്യങ്ങളായി ഇതെന്ത് പൂവാണ്, അതെന്ത് ചെടിയാണ്, ഇതെന്ത് കായയാണ്. അങ്ങനെ ഞാൻ പോലും അറിയാതെ ഞാനൊരു ഗാർഡനറായി മാറുമായിരുന്നു. 2020 ജൂണിൽ ഞാൻ എൻ്റെ അക്കൗണ്ടിൻ്റെ ഹാൻഡിൽ നെയിം നായിക് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് 1500 സ്ക്വയർ ഫീറ്റ് ഗാർഡനർ, നിങ്ങൾ ഇന്ന് കാണുന്ന ഈ പേരിലേക്ക് ഞാൻ മാറ്റി. ഞാൻ ഇന്ന് വരെ ഞാൻ ഫോളോ ചെയ്ത ഒരു വാല്യൂ ഉണ്ട്. ഞാൻ അത് ചേസ് ചെയ്യുന്നത് ഇൻസ്റ്റാ ആൽഗോരിതത്തെയോ അല്ലെങ്കിൽ വൈറാലിറ്റി ആവാനൊന്നുമല്ല. ഏത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും അത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടോ, അതായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ആ പോസ്റ്റിന് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് ആ ഒരു പെർഫെക്റ്റ് മൊമെൻ്റ് എടുക്കുന്നതിലാണ്. ആ ഒരു കറക്റ്റ് ക്യാമറ ആംഗിൾ, ഒരു കിളി വന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു കിളി വന്ന് കുളിക്കുന്നത്, അത് പ്രോപ്പറായിട്ട് എടുക്കുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. 6 വർഷത്തെ ഇൻസ്റ്റാ ജേണി എനിക്ക് ഒത്തിരി അവസരങ്ങൾ ഉണ്ടാക്കി തന്നു. പല ന്യൂസ് പേപ്പേഴ്സ് എന്നെ ഫീച്ചർ ചെയ്തു. മലയാള മനോരമ, ഇന്ത്യൻ എക്സ്പ്രസ്, ഡെക്കൻ ഹെറാൾഡ്, റിപ്പോർട്ടർ TV. അതേപോലെ ഒരു 300 ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഞാൻ ടെഡ് ടോക്ക് കൊടുത്തു. അതെല്ലാം ഒരു ഭാഗ്യമാണ്. ആൾക്കാരെ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു സക്സസ് ആണ്, കോൺഫിഡൻസ് ആണ്. അവനെ നോക്കിക്കേ, 1,67,000 ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിലാണെങ്കിലും ഞാൻ ആക്ച്വലി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഞാൻ കുറേ നാളായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നതായിരുന്നു. കാരണം ഇൻസ്റ്റാഗ്രാം ഒരു ഷോർട്ട് ഫോം കണ്ടൻറ്റാണ്. എപ്പോഴും ഒരു അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവുള്ളൊരു ഏരിയ ആണ്. ഞാൻ എൻ്റെ ഗാർഡനെ പറ്റി പോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആൾക്കാർ ചോദിക്കും, ഓക്കെ ഇതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ലോങ് ഫോം കണ്ടൻറ്റ് തന്നെ വേണം. അതായത് ഒരു യൂട്യൂബ് കണ്ടൻറ്റ്. അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോൾ ക്യാമറ എടുക്കുന്നു അപ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഈ ശബ്ദം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അതിനെ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഫസ്റ്റ് വൺ, ഒരു പെർഫെക്ഷനിസ്റ്റ്. ഞാൻ ജനിച്ചത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ വിർഗോക്കാരുടെ ഒരു ബേസിക് നേച്ചറാണ് പെർഫെക്ഷൻ എന്നുള്ളത്. അതിൻ്റെ പുറമെ ഞാനൊരു ഫോട്ടോഗ്രാഫറുമാണ്. അപ്പോൾ എപ്പോഴും ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ലൈറ്റിംഗ്, അതിൻ്റെ ട്രാൻസിഷൻ, അതെല്ലാം ആണ് ഞാൻ നോക്കുന്നത്. ആ ശബ്ദം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണ്, ഈ യൂട്യൂബ് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ലോങ് ഫോം വീഡിയോ ആണ്, അതിന് ട്രാൻസിഷൻസ് വേണം, ക്യാമറ ഷേക്ക് ആവും, അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസിഷൻ സ്മൂത്ത് ആവണം, അതിൻ്റെ വോയിസ് പ്രോപ്പറായിരിക്കണം, എങ്കിലാണ് ആൾക്കാർ കാണത്തുള്ളൂ. അത് നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല, കാരണം നിങ്ങൾ ബേസിക്കലി ഒരു ഫോട്ടോഗ്രാഫറാണ്. രണ്ടാമത്തെ വോയിസ്, നിങ്ങളൊരു 1 മാൻ ആർമിയാണ്. നിങ്ങൾക്കൊരു ഗാർഡനർ പോലുമില്ല, നിങ്ങൾക്കൊരു ടീമില്ല. ഈ ഗാർഡനിങ് ഞാൻ ചെയ്യുന്നത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോളും കൂടെ ചേർന്നാണ് ഈ ഗാർഡനിങ് എല്ലാം ഞാൻ ചെയ്യുന്നത്. നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾ ക്യാമറയുടെ പുറകിൽ നിൽക്കേണ്ട ആൾ, നിങ്ങൾ എങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്ന് രണ്ടും കൂടെ ചെയ്യാൻ പോകുന്നു? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തെ, നമ്മുടെ തന്നെ ഇൻസെക്യൂരിറ്റീസ്. ഈ 1,67,000 ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് നിങ്ങളെ കണ്ടിട്ടല്ല, നിങ്ങളുടെ ഗാർഡൻ കണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു കസേര ഇട്ടിരുന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആര് കാണും? അതുമാത്രമല്ല, ഞാൻ എൻ്റെ അക്കൗണ്ടിനെ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സായിട്ടാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള വീഡിയോ ആണെങ്കിലും ഒരു ഷോ ആൻഡ് ടെൽ, ഞാൻ നടന്ന് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതായിരുന്നു എൻ്റെ മനസ്സിലുള്ള വീഡിയോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി അത് പറ്റത്തില്ല. നാലാമത്തെ, ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള സാധനമാണ്, സമയം. നിങ്ങൾ 5 ദിവസം കോർപ്പറേറ്റിൽ പണിയെടുക്കുന്ന ആളാണ്, ഭയങ്കര ബിസിയാണ്. വീക്കെൻഡ് ആയാലോ 100 കൂട്ടം വേറെ പരിപാടിയുണ്ട്. നിങ്ങൾക്ക് ഗാർഡനിങ് ചെയ്യണം, വീട് ക്ലീൻ ചെയ്യണം, പട്ടിയെ കുളിപ്പിക്കണം, മോളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം, സിനിമയ്ക്ക് പോകണം, കിടന്നുറങ്ങണം, ഇതിൻ്റെ കൂടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ എടുക്കണം, അതിൻ്റെ കൂടെ യൂട്യൂബിനൊക്കെ നിങ്ങൾക്ക് എവിടെയാണ് സമയം? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ റിയലൈസ് ചെയ്തു നമ്മുടെ ഏറ്റവും വലിയ ശത്രു അത് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് ആവശ്യമില്ലാതെ ഓരോന്ന് മനസ്സിൽ ചിന്തിച്ചു കൂട്ടി നമ്മളെ തന്നെ ഒരു കൂട്ടിലടയ്ക്കുന്നത്. നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളതിനെ ക്രിട്ടിസൈസ് ചെയ്ത്
ഒരു വഴിക്കാക്കും. ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ അതിൽ ആലോചിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ നിന്ന് ഞാൻ നടക്കുമ്പോൾ ക്യാമറ ഷേക്കായാൽ എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ അതിനെ എഡിറ്റ് ചെയ്യണം, അതെല്ലാം ഞാൻ നോക്കുന്നത് എനിക്ക് ഫോട്ടോഗ്രാഫി അറിയാവുന്ന കാരണമാണ്. ഈ ഫോട്ടോഗ്രാഫി അറിയാൻ വയ്യാത്തവനാണെങ്കിൽ വെറുതെ ഒരു വീഡിയോ എടുത്ത് അവനൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാം. ചില സമയത്ത് നമ്മുടെ കഴിവുകൾ തന്നെ നമ്മുടെ ഒരു വീക്ക്നെസ്സായി മാറും. ഞാൻ ഇന്ന് ആ വീക്ക്നെസ്സിനെയാണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്ന് തൊട്ട് വരുന്ന 90 ദിവസം വരെ എല്ലാ ആഴ്ചയും ഒരു യൂട്യൂബ് കണ്ടൻറ്റ് ഞാൻ പോസ്റ്റ് ചെയ്യും. സെയിം ഇതേ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇംഗ്ലീഷിലിട്ടായിരുന്നു. ഞാനിത് വീണ്ടും റെക്കോർഡ് ചെയ്ത് മലയാളത്തിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ പറയുന്നതിൻ്റെ ആ ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെ. അതുമാത്രമല്ല, ഇനിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ടിലും ഞാൻ ഇടാൻ പോവുകയാണ്. ഇത് ആൾക്കാർ കാണുമോ, ഫോളോ ചെയ്യുമോ, സബ്സ്ക്രൈബേഴ്സ് ആവുമോ, അതൊന്നും എനിക്കറിയത്തില്ല. അതായാലും ആയില്ലെങ്കിലും ഞാനിത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ മനസ്സിലുള്ള ആ വോയിസിനെ, ആ ശബ്ദത്തെ, ആ പേടിയെ, അതിനെയാണ് കീഴടക്കാൻ പോകുന്നത്. അതിന് ഇതൊരു തുടക്കമാണ്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഇതേപോലെ ഞാനിരുന്ന് എൻ്റെ ഗാർഡനിങ് എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ സംസാരിക്കും. ഞാൻ എന്ത് പഠിച്ചു, ഞാൻ എന്ത് മിസ്റ്റേക്കുകൾ ചെയ്തു, അത് ഞാൻ ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നു. വലിയ ലോകോത്തര വീഡിയോ ഒന്നും ആയിരിക്കില്ല, ഇതേപോലെ ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കാം. എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ചെയ്യുന്നു. അത് സക്സസ് ആയാലും ഫെയിലായാലും ഞാൻ നോക്കുന്നത് എൻ്റെ പേടിയെ ഞാൻ മറികടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടതിന്, ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ഇതേപോലെ ഉള്ള ശബ്ദങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റിൽ അടയാളപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് ഇത് ഫൈറ്റ് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്. ഇനി നെക്സ്റ്റ് വീഡിയോ വരാൻ പോകുന്നത് ഹൗ ടു സ്റ്റാർട്ട് ഗാർഡനിങ്. നമ്മൾ ഒരു ഗാർഡൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഈ വീക്കെൻഡ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.